തിരുവനന്തപുരം വെള്ളറടയിലെ പാറഖനനം നിർത്തിവെച്ചുവെങ്കിലും ഇത്രയും നാളത്തെ പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തിന് ആരുത്തരം പറയുമെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 2.5 വർഷമായി വെള്ളറടയിൽ നടന്നത് അനധികൃത ഖനനമാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഖനനത്തിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയുണ്ടാകുമെന്ന ചോദ്യമാണ് ഇനി പ്രസക്തം. ഏതാണ്ട് 2.5 വർഷത്തോളം വെള്ളറടയിൽ നിയമവിരുദ്ധമായി ക്വാറി പ്രവർത്തിച്ചു. വ്യാജമായി സൃഷ്ടിച്ചെടുത്ത ഒരു റവന്യൂ രേഖയായിരുന്നു പിൻബലം. പ്രാദേശിക ഭരണ സംവിധാനങ്ങളും പോലീസും ഒത്താശ ചെയ്തപ്പോൾ ക്വാറി മാഫിയ ഒരു നാടിന്റെ പൊതുസ്വത്തിനെ പരമാവധി കാർന്നെടുത്തു. ഈ വർഷങ്ങൾക്കിടയിൽ വെള്ളറടയിൽ ഒരു കുന്ന് അപ്രത്യക്ഷമായി. പിന്നീട് ഭൂമി തുരന്നായിരുന്നു ഖനനം. സമരം ചെയ്ത് തളർന്നപ്പോഴാണ് വെള്ളറടയിലെ നാട്ടുകാർ നിയമപോരാട്ടത്തിനിറങ്ങുന്നത്. ഇടക്കാല ഉത്തരവിറക്കി ക്വാറി പ്രവർത്തനം അവസാനിപ്പിച്ചപ്പോൾ നാട്ടുകാർക്ക് ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഇത്രയും നാളും ക്വാറി മാഫിയ അപഹരിച്ച തങ്ങളുടെ നാടിന്റെ സ്വത്തിന് ആര് ഉത്തരം നൽകും? അതിനൊത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കും ഭരണ സംവിധാനങ്ങൾക്കുമെതിരെ എന്ത് നടപടിയുണ്ടാകും? ഏകദേശം 400 പ്രവൃത്തി ദിവസങ്ങളുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ഖനനമാണ് ഇവിടുന്ന് അനധികൃത ഖനനം നടത്തിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ്. ഈ നാടിനുണ്ടായി നഷ്ടം എങ്ങനെ നികത്തുമെന്നുള്ളതാണ്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി 28 തവണയാണ് പരിഗണിക്കാതെ മാറ്റിവെച്ചത്. ഓരോ തവണ മാറ്റിവെക്കുമ്പോഴും നാടിന്റെ സ്വത്ത് അപഹരിക്കാൻ ക്വാറി മാഫിയയ്ക്ക് കൂടുതൽ സമയം ലഭിച്ചു. ഗതിയില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് വന്നപ്പോഴാണ് ഒരു കമ്പനിക്കെതിരെ നമ്മൾ തിരിയാൻ തുടങ്ങിയത്. ഉത്തരവ് വന്നിട്ടും അത് നടപ്പിലാക്കുന്നത് പരമാവധി വൈകിപ്പിച്ച് പറ്റുന്നത്ര പ്രകൃതി വിഭവങ്ങൾ കവരുവാനാണ് ക്വാറി ഉടമയായ ട്രാവൻകൂർ റെഡിമിക്സ് എന്ന കമ്പനി ശ്രമിച്ചത്. ഉത്തരവ് നടപ്പിലാക്കാനെടുത്ത 28 മണിക്കൂറിനിടയിൽ 100 കണക്കിന് ട്രക്കുകളിൽ ക്വാറി ഉൽപ്പന്നങ്ങൾ വെള്ളറടയിൽ നിന്ന് പുറത്തേക്കൊഴുകി. താൽക്കാലിക ഉത്തരവ് മാത്രമാണ് നിലവിലെത്തിയത്. ഇനിയും അനന്തമായി നീളുന്ന നിയമത്തിന്റെ നൂലാമാലകൾക്ക് മുൻപിൽ വെള്ളറടയിലെ നാട്ടുകാർ ഒറ്റയ്ക്കാണ്. മീഡിയ 1 തിരുവനന്തപുരം.